ഹലോ, ഗുഡ് മോർണിംഗ്. ഒരാൾ ഇവിടെ സ്കൂളിൽ പോകാണ്ട് മടിച്ച് കിടക്കുന്നുണ്ടേ. ഏട്ടൻ രാവിലെ സ്കൂളിലേക്ക് പോയി. എന്നാണ് പിന്നെ ഏടാ പല്ലിന്റെ പല്ലിൻ്റെ ഉള്ളിൽ അല്ലേ? ഓക്കെ. ആ ഓക്കെ. പിന്നെ കഫക്കെട്ടും ഉണ്ട്, ചുമയും ഉണ്ട്. അതെ, ഈ കഫക്കെട്ടും ചുമയും എങ്ങനെയാ വന്നേ പറഞ്ഞേ എന്ന്? ഡോക്ടറെ പോണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ വേണ്ടപ്പോ മാറാൻ? ഇഞ്ചക്ഷൻ വെക്കണം. ഒരു ഇഞ്ചക്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ മേതുട്ടിക്ക് 2-3 ദിവസമായി ചെറുങ്ങനെ ഇങ്ങനെ ഒരു കവക്കെട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് പോവായിരിക്കുന്നല്ലേ, അയാളും കാണിക്കണം. അപ്പൊ ഇന്നലെ രാത്രിയെല്ലാം ആകുമ്പോഴത്തേക്ക് ശ്വാസം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ചെറിയൊരു ചൂടും ഉണ്ട്. അതിന്റെ അടുക്കൊണ്ട് പല്ലിന്റെ അടുത്ത് ഒരു വേദന എടുക്കുന്നത്. എന്നോട് 2-3 ദിവസമായി പറഞ്ഞു ചോക്ലേറ്റ് തിന്നലും ഐസ്ക്രീം അതൊന്നും നിർത്തൂല. അതൊന്നും നിർത്തൂല അല്ലേ? ഡോക്ടർ മരുന്ന് തന്നെ ശരിയായിക്കോളാം. നമ്മളെ പരിപാടി നമ്മ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ മേതുട്ടി? മിഠായി കഴിക്കും. നിന്റെ ടീച്ചർ കാണും ഇത്, നിന്റെ ടീച്ചറും കാണും. നിന്റെ കള്ളത്തരെല്ലാം മനസ്സിലാവും. എന്ത് കള്ളത്തരല്ലേ? കള്ളത്തരം സത്യല്ലേ ഓള് പറഞ്ഞു നീ ചോക്ലേറ്റ് കഴിക്കും. അതിലൊന്നും ഒരു ഇതില്ലാട്ടാ. സത്യം മാത്രമേ പറഞ്ഞില്ല. അപ്പൊ നമ്മള് സത്യം മാത്രമേ പറയൂ മേതുട്ടി. അങ്ങനെയാന്നാ പറഞ്ഞേ. ഇന്ന് മേതുട്ടി മടിച്ചിട്ടല്ല, അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. മണിപ്പിച്ചിട്ടില്ല, കീപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഓക്കെ, നമ്മൾ വിചാരിച്ച ഡോക്ടറെ അടുത്ത് കാണിക്കാം, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയി. അതെ, മേതുട്ടിനെ കാണിക്കണം. മേതുട്ടിനെ കാണിക്കണം. അതുപോലെ നമുക്ക് ചെറിയൊരു ഓണത്തിന്റെ കല്യാണം ഫസ്റ്റ് പോലെ ഹോസ്പിറ്റലാണ്. പിന്നെ മേതുട്ടിന്റെ ആരോഗ്യനിലയം നോക്കും. കുറച്ച് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയൊരു പർച്ചേസും കൂടി രണ്ടാമതല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തേക്ക് കുറേ ദിവസമായി പോണം വിചാരിക്കുന്നത്. ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് പോവാന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ അല്ലേ ഇന്ന് നമ്മള് ഇവരെല്ലാം സ്കൂളിൽ പറഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് ചില ഓണ പർച്ചേസുകൾ ചെയ്യാം. കുട്ടികൾക്കില്ല കുറച്ച് സാധനങ്ങൾ നമ്മള് കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു വൈകുന്നേരം ഒരു ചെറിയൊരു ഗ്യാപ്പിൽ രാത്രിക്ക് പോയി പെട്ടെന്ന് പോയിട്ട് ഇവരത് എല്ലാവരും ഒരുമിച്ച് എടുക്കാൻ നിന്നാ നടക്കൂല. അതുകൊണ്ട് ഇവരത് സെറ്റാക്കി. അത് ഇവിടെ കല്യാണം ഉണ്ടല്ലേ, കല്യാണത്തിൻ്റെതാണ് മെയിൻ. കല്യാണം ഉണ്ട്. അതെ, നമ്മള് വേണ്ടപ്പെട്ട ഒരു അനിയത്തിന്റെ തന്നെ. അതെ. അപ്പൊ നമ്മുടെ ഷീജേച്ചിയുടെ മോള് ശില്പന്റെ ഷീജേച്ചി നമ്മള് പണ്ടേ വീഡിയോയിൽ പറഞ്ഞതാണ്. അതെ, അപ്പൊ ആ കല്യാണം നമ്മള് അടുത്ത ഒരു ഇതായിട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. കല്യാണ വ്ലോഗ് വേറെ തന്നെ വരും. അതെ, ആദ്യം നമുക്ക് ഇത്രയും നേരം ഉഷാറായി ഫോണും കണ്ട് തിന്നാളാണ്. ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് നോക്കിയേ, എന്നാ എണീക്ക് വാ പോവാല. കൊറേ പരിപാടികളുണ്ട്, എല്ലാം കൂടി ചെയ്തു തീർക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. പറ്റിക്കണം. ഇഞ്ചക്ഷൻ വെക്കുമെന്നായിരിക്കും. ഇഞ്ചക്ഷൻ വെക്കൂല. ഇഞ്ചക്ഷൻ വെക്കൂല. ആദ്യത്തെ പിന്നെ മേതുട്ടിക്ക് ട്രോഫി കിട്ടിയ പോലെ ഏട്ടാ മരുന്നെല്ലാം കൂടി പിടിച്ച് നടക്കുന്നത്. തരുന്നില്ല. ദിസ് ഈസ് മൈ മെഡൽ, നോട്ട് യു എന്നാ പറഞ്ഞത്. ദിസ് ഈസ് മൈ മെഡൽ, നോട്ട് യു. ഞാൻ പറഞ്ഞത് പിടിക്കാൻ പറയുന്നത്. സൈഡിക്ക് വണ്ടി എന്നല്ലേ. കൊറേ ദിവസം ചോക്ലേറ്റും മറ്റേ ഇതും എന്താന്ന് പറയണ്ടേ ഐസ്ക്രീം എല്ലാം തിന്നതിന്റെ മെഡലാണ് ഇതെല്ലാം. മേതുട്ടി ഇങ്ങോട്ട് നോക്കിട്ട് പറ എന്തെങ്കിലും. അപ്പൊ മേതുട്ടിന്റെ പല്ല് എല്ലാം മാറി. നമുക്ക് എല്ലാ വഴികളിലും പോവാം.
മേതുട്ടിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? 2022 ആ? 26 അതെയാ? ഒരുപാട് സെലക്ഷൻ ഉണ്ടല്ലോ അല്ലേ മേതുട്ടി? മേതുട്ടി അതെങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? അമ്മ എടുത്തത് ഏത്? മേതുട്ടി എന്ത് പറഞ്ഞാലും പിങ്കേ പറയല്ലോ കേട്ടാ, പിങ്കേ പറയല്ലോ. ഓള് എന്ത് പോയി കഴിഞ്ഞാലും പിങ്കിലേക്കാവൂലേ ലാസ്റ്റ്. അങ്ങനെ ഉച്ച ഊണെല്ലാം കഴിച്ചു നമ്മളല്ലേ? കുറച്ച് പർച്ചേസ് എല്ലാം കഴിച്ചു. കുറച്ചൊന്നും മനസ്സിലുണ്ട്. എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുത്തു. മേതൊന്നും ഇടാത്തോണ്ട് ഒക്കെ എടുത്തിട്ടാ. മേതുവിന് ഈ ഓണത്തിന് ഡ്രസ്സ് ഇല്ല കേട്ടാ. മേതുവിന് ഭയങ്കര വാശി, ഒന്നും ഇടുന്നില്ല, ഇട്ട് നോക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇടുന്ന ചോറ് കഴിച്ചല്ലേ. അപ്പൊ നമ്മൾ കുറെ നാളായിട്ടാ ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഇതിന്റെ മുന്നിലെ കൂടെ എപ്പോഴും അധികം പാസ് ചെയ്യലുണ്ട്. പയ്യന്നൂർ വരുമ്പോ ഒരു ചെറിയൊരു വീടാണ്, എന്റെ വീട് എന്നാണ്. അപ്പൊ അവിടെ പോയി ഇന്ന് നല്ല ഉച്ചയൂണ് കഴിച്ചു അല്ലേ? നമ്മൾ ഇതിലെ കൂടെ പാസ് ചെയ്യുമ്പോ ഇങ്ങനെ പറയും അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പോയി. മേതൂട്ടി നോക്കി, ഇന്ന് നോക്കി, മുഖം നോക്കി. എന്നാണ് ഒന്നും കഴിച്ചില്ല. മേതൂട്ടിക്ക് ഇപ്പാണ് ഒരു ചീക്ക് വരുന്ന പനിയുടെ ഇപ്പാന്ന് ശരിക്കും ഒരു ക്ഷീണം വരുന്നത്. അപ്പൊ നമ്മള് പിന്നെ മേതൂട്ടി പായസം മാത്രമേ കഴിച്ചിട്ടു കേട്ടോ. പായസം എങ്ങനെ ഉണ്ടായിന്? നല്ല ഇഷ്ടമായല്ലേ? ചോറ് നല്ല ഭക്ഷണം അല്ലേ? നല്ല ഭക്ഷണം. അങ്ങനെ നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു. ഇനി നമ്മള് നേരെ പോകുന്നത് എവിടത്തേക്കാ? എനിക്ക് ഡ്രസ് ഇന്നൊന്നുകൊണ്ട് തീരണല്ലോ അല്ലേ പ്രിയ? ഇനി ഇത് വെച്ച് കളിക്കാൻ പറ്റില്ല. ഇനി ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇന്നൊന്നുകൊണ്ട് തീരണല്ലോ. ഇവക്ക് ഒരേ വാശി. കളിപ്പാട്ടം എന്ത് കളിപ്പാട്ടാന്ന് വേണ്ടി എനിക്ക്. ഞാൻ പറഞ്ഞ ഒരു പാട്ടി എടുത്ത് കളിച്ചു, കളിപ്പാട്ടായി. കേക്കതേ ഇല്ല. ഇത് പോവാ നമുക്ക്. അങ്ങനെ നമ്മള് ഷോപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോയിട്ട് നമുക്കൊരു സാധനം കിട്ടിയില്ല. ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇതാ അമ്മ ഒറ്റക്ക് പോയിട്ട് ഇതാ ഇവിടെ മൊത്തത്തിലില്ല ആൾക്കാർക്കില്ലേ സാധനം എടുത്തിട്ട് എനക്ക് എടുത്തിട്ടാ. ഞാനത് സമ്മതിക്കൂല. എനക്ക് അമ്മ ഒറ്റ നമുക്ക് പോയിട്ട് കൃത്യമായിട്ട് അളവ് ഞാൻ ഇട്ടത് സ്വന്തം ഞാൻ മേടിച്ചു. അതെല്ലേ? നമ്മള് ഞെട്ടിയത് എന്താന്നറിയാം സംഭവം? നമ്മള് കൃത്യമായിട്ട് അളവെടുക്കാൻ പോയിട്ട് നമുക്ക് സാധനങ്ങൾ പ്രിയ എത്ര സമയമായി അറിയാം. എനക്കൊന്നും കിട്ടിയിട്ടില്ല. എനക്കൊരു സാരി മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണക്കാണ്. 3-4 ഷോപ്പ് മാറി കയറിയിട്ട് ഓളെ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അമ്മ ഒരൊറ്റ എഴുത്തി പോയിട്ട് നമ്മളൊരാളെ അളവും ഇല്ല. ഒരു പിന്നെ പ്രിയ ഒന്നുമില്ല. ഒറ്റ ഷോപ്പ് ഇതെടുത്ത് ഒറ്റ ഷോപ്പ് 2 ഷോപ്പ് കയറി ഇത് അമ്മമ്മക്ക് വേണ്ടിട്ട് എടുത്ത സാരിയാണ്. മേതൂട്ടി എടുത്തതാണ്. അമ്മമ്മക്ക് അതാ ഇഷ്ടപ്പെടുള്ളൂ. ഇത് ലീലമ്മക്ക് മേടിച്ച ചുരിദാറിന്റെ ഉണ്ട്. ലീലമ്മ ഓർമ്മ എനക്ക് ചുരിദാർ മതി എന്ന് പറഞ്ഞിട്ട് ലീലമ്മക്ക് ചുരിദാറിന്റെ എടുത്തു. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഓണം പർച്ചേസ് തീർന്നിട്ടൊന്നുമില്ല. ഇനി ബാക്കിയുണ്ട്. എന്റേത് ഇനിയിപ്പോ ഒന്നും കിട്ടി. ഞാനൊരു സാരി മാത്രം എടുത്തു. പിന്നെ എനിക്ക് ഇനിയിപ്പോ എന്റെ സാരി അങ്ങ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കല്യാണത്തിന്റെ അന്നേ കാണിക്കും. അത് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കൂലായിരിക്കും. അതെ, എന്നാലും അത് ആദ്യം പരിധിയാ പോരെ. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ന് ഓണം പർച്ചേസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിശേഷം. അപ്പൊ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.